ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഫയർമാൻ ഡ്രൈവർ തസ്തികയിൽ നടന്ന എക്സാമിലെ ചോദ്യത്തിലെ ഡ്രൈവിംഗ് വിഭാഗത്തിൽ നിന്നുള്ള 30 ചോദ്യങ്ങൾ. ചോദ്യവും ഉത്തരവും വേഗത്തിൽ ഒന്ന് നോക്കാം. ആദ്യ ചോദ്യം: ഒരു മോട്ടോർ വാഹന ലൈസൻസ് എടുക്കുന്നതിനുള്ള പരമാവധി പ്രായപരിധി എത്രയാണ്? ആൻസർ വരും ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. അപ്പോൾ പരമാവധി പ്രായം പ്രത്യേകം പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആൻസർ വരും ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. അടുത്ത ചോദ്യം: ഒരു മോട്ടോർ വാഹന ലൈസൻസ് പുതുക്കുന്നതിന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഫോം 1A എത്ര വയസ്സ് മുതലാണ് നിർബന്ധമാക്കിയിട്ടുള്ളത്? ആൻസർ വരും ഓപ്ഷൻ സി, 40 വയസ്സ്. അടുത്ത ചോദ്യം: താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. കണ്ടക്ടർക്ക് ഡ്യൂട്ടി എടുക്കുവാൻ പറ്റാതെ വന്നാൽ ഡ്രൈവർ ചുമതല ഏൽക്കേണ്ടതാണ്. ആൻസർ ഡി. അടുത്ത ചോദ്യം: പബ്ലിക് സർവീസ് വെഹിക്കിൾ തരത്തിൽപ്പെടാത്ത വാഹനം ഏത്? ആൻസർ വരുന്നു ഓപ്ഷൻ ഡി, ഗുഡ്സ് കാരിയേജ്. 75ാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം നോക്കാം. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് ഫിറ്റ്നസ് കാലാവധി 2 വർഷത്തേക്ക് നൽകുന്നത് ഏത് സാഹചര്യത്തിലാണ്? ആൻസർ വരുന്നു ഓപ്ഷൻ എ, പുതിയ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ. അടുത്ത ചോദ്യം: മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻസ് 2017 പ്രകാരം റോഡിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്തു കൂടി മാത്രമേ വാഹനങ്ങൾ ഓടിക്കാൻ പാടുള്ളൂ. റോഡിൻ്റെ ഈ ഭാഗത്തെ ഡാഷ് എന്ന് പറയുന്നു. ആൻസർ വരും ഓപ്ഷൻ ബി, കാരേജ് വേ. അടുത്ത ചോദ്യം: ഏറ്റവും ശരിയായ പ്രവൃത്തി തിരഞ്ഞെടുക്കുക. ഒരു ട്രാഫിക് സിഗ്നൽ ജംഗ്ഷനിൽ പച്ച ലൈറ്റ് സിഗ്നൽ തെളിയുമ്പോൾ എന്ത് ചെയ്യണം? ആൻസർ വരും ഓപ്ഷൻ ഡി, പച്ച തെളിയുന്ന ദിശയിൽ പോവുക. അടുത്ത ചോദ്യം: ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹന ഡ്രൈവർ എല്ലായ്പ്പോഴും കയ്യിൽ കരുതേണ്ട രേഖകളാണ്. ഓപ്ഷൻ എ, ലൈസൻസും PUC സർട്ടിഫിക്കറ്റും. അടുത്ത ചോദ്യം: ട്രാൻസ്പോർട്ട് വാഹനം അല്ലാത്ത വാഹനം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ്? ആൻസർ വരും ഓപ്ഷൻ സി, മോട്ടോർ കാർ. അടുത്ത ചോദ്യം: മോട്ടോർ വാഹന നിയമപ്രകാരം M കാറ്റഗറി ഏതുതരം വാഹനങ്ങളാണ്? M കാറ്റഗറിയിൽ വരുന്നു 4 ചക്ര യാത്രാ വാഹനങ്ങൾ. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എങ്ങനെ കുറയ്ക്കാം? ആൻസർ വരും ഓപ്ഷൻ സി, വാഹന വേഗത കുറയ്ക്കുക, ഡ്രൈവറുടെ ജാഗ്രത വർദ്ധിപ്പിക്കുക, ബ്രേക്ക് ചെയ്യാൻ തയ്യാറാവുക, ബ്രേക്ക് പെഡലിൽ നിങ്ങളുടെ കാൽ വയ്ക്കുക. അടുത്ത ചോദ്യം: വാഹനത്തിൽ അന്ധബിന്ദു അതായത് ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ എന്ത് എന്നാണ് ചോദ്യം. ആൻസർ വരും ഓപ്ഷൻ എ, വാഹനത്തിൽ സൈഡ് മിററുകളിലും റിയർ വ്യൂ മിററുകളിലും പതിയാത്ത, ഡ്രൈവർക്ക് നേരിട്ട് നിരീക്ഷിക്കാൻ കഴിയാത്ത സ്ഥലം. അടുത്ത ചോദ്യം: ഒരു വാഹനം കെട്ടിവലിക്കുന്നത് സംബന്ധിച്ച് പാടില്ലാത്തത്. ആൻസർ വരും ഓപ്ഷൻ എ, ഒരു ഇരുചക്ര വാഹനം മറ്റൊരു വാഹനത്തിൽ കെട്ടി വലിക്കാം. അതാണ് പാടില്ലാത്തത്, അതായത് തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരും ഓപ്ഷൻ എ. അടുത്ത ചോദ്യം: 6 വരിയുള്ള നാഷണൽ ഹൈവേയിൽ വാഹനത്തിൻ്റെ വേഗത 60 km/h ആയി നിശ്ചയിച്ചിരിക്കുന്നത് ഏത് വാഹനത്തിനാണെന്ന ചോദ്യം. ആൻസർ ഓപ്ഷൻ എ, എല്ലാ ചരക്ക് വാഹനങ്ങൾക്കും. അടുത്ത ചോദ്യം: 18 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു വ്യക്തി വാഹനം ഓടിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷകൾ. ആൻസർ വരും ഓപ്ഷൻ സി, 25,000 രൂപ പിഴയും വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കലും 5 വർഷം വരെ തടവും ശിക്ഷയും. അടുത്ത ചോദ്യം: വാഹനത്തിൽ സാധനങ്ങൾ കയറ്റുമ്പോൾ അനുവദനീയമായ അളവിൽ നിന്ന് വാഹനത്തിന് പുറത്തേക്ക് സാധനങ്ങൾ നിന്നാൽ ലഭിക്കാവുന്ന പിഴ എത്ര രൂപയെന്നാണ് ചോദ്യം. ആൻസർ വരും ഓപ്ഷൻ സി, 20,000 രൂപ.
അടുത്ത ചോദ്യം 2017 മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് പ്രകാരം പെഡസ്ട്രൽ ക്രോസിംഗിൽ ഡ്രൈവർ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദ്യം. ആൻസർ വരും ഓപ്ഷൻ സി. വാഹനം പെഡൽ ക്രോസിങ്ങിന് മുമ്പായിട്ടുള്ള സ്റ്റോപ്പ് ലൈനിൽ നിർത്തി കാൽനട യാത്രക്കാരെയും വീൽ ചെയർ ഉപയോഗിക്കുന്നവരെയും കടത്തി വിടണം. ഇവിടെ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം വരത്തില്ല, കാരണം ഇത് തെറ്റാണ്. അടുത്ത ചോദ്യം 2017 മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് പ്രകാരം റോഡിലെ അടിയന്തര വാഹനങ്ങളുടെ മുൻഗണനാക്രമം. ആൻസർ വരും ഓപ്ഷൻ എ ആംബുലൻസ്, അഗ്നിശമന സേനാ വാഹനം, പോലീസ് വാഹനം, അടിയന്തര മാനേജ്മെൻറ്റ്, സർക്കാർ വാഹനം. ഓപ്ഷൻ എ ആണ് ആൻസർ. 89 ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ മാറ്റം. ആൻസർ വരും ഓപ്ഷൻ സി. യാന്ത്രികോർജം താപോർജമായി മാറുന്നു. അടുത്ത ചോദ്യം ബാറ്ററി ഓപ്പറേറ്റഡ് വാഹനങ്ങളിൽ ഉൾപ്പെടുത്താത്തത് ഏതെന്നാണ് ചോദ്യം. ആൻസർ വരും ഓപ്ഷൻ ബി. എൻജിൻ കൂളിംഗ് സിസ്റ്റം, എൻജിൻ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം, ഫ്യൂൽ സിസ്റ്റം. ലൈസൻസ് പിടിച്ചെടുക്കാൻ ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന പ്രത്യേക സാഹചര്യം എന്ത് എന്നാണ് ചോദ്യം. ആൻസർ വരും ഓപ്ഷൻ എ. നിയമലംഘനത്തിന് ശേഷം ഡ്രൈവർ നോട്ടീസ് കൈപ്പറ്റാതെ ഒളിവിൽ പോകുമെന്ന് സംശയം തോന്നിയാൽ. ഒരു വാഹനം ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് ഏതെന്നാണ് ചോദ്യം. ആൻസർ വരും ഓപ്ഷൻ ബി. സാധുവായ പെർമിറ്റോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ RC ഇല്ലാതെ പൊതുസ്ഥലത്ത് വാഹനം ഓടിച്ചാൽ. അടുത്ത ചോദ്യം ഫാസ്ടാഗ് പ്രവർത്തിക്കുന്നത് ഏത് സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിലാണ്. ഓപ്ഷൻ സി. റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ RFID. സ്വകാര്യ വാഹനങ്ങൾക്ക് അടിക്കാൻ പാടില്ലാത്തതും സൈനിക പ്രതിരോധ വാഹനങ്ങൾ മാത്രമായി മാറ്റിവെച്ചിട്ടുള്ള നിറം ഏത് എന്നാണ് ചോദ്യം. ആൻസർ വരും ഓപ്ഷൻ സി. ഒലിവ് ഗ്രീൻ. എളുപ്പത്തിൽ തീപിടിക്കുന്ന പദാർത്ഥങ്ങളോ സ്ഫോടക വസ്തുക്കളോ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ ലൈസൻസറിൽ തീപ്പൊരി പുറത്തു വരാതിരിക്കാൻ ഘടിപ്പിക്കേണ്ട ഉപകരണം ഏത്. ആൻസർ വരും ഓപ്ഷൻ ബി. സ്പാർക്ക് അറസ്റ്റർ. മുൻവശത്തെ ഇടിയുടെ ആഘാതത്തിൽ ഡ്രൈവറുടെ നെഞ്ചിന് പരിക്കേൽക്കാതിരിക്കാൻ ആധുനിക വാഹനങ്ങൾ നിർബന്ധമാക്കിയിട്ടുള്ള സ്റ്റിയറിംഗ് സംവിധാനം ഏത്. ഓപ്ഷൻ സി. കൊളാപ്സിബിൾ സ്റ്റിയറിംഗ്. അടുത്ത ചോദ്യം വാണിജ്യ വാഹനങ്ങളിൽ പരമാവധി വേഗത നിയന്ത്രിക്കുന്നതിനായി ഘടിപ്പിക്കേണ്ട നിർബന്ധിത ഉപകരണം ഏത്. ആൻസർ വരും ഓപ്ഷൻ എ. സ്പീഡ് ഗവർണർ. ട്രാഫിക് നിയമലംഘനം നടത്തുന്ന വാഹനം തടഞ്ഞു വയ്ക്കാനോ പിടിച്ചെടുക്കാനോ അധികാരമുള്ള ഉദ്യോഗസ്ഥർ ആരെല്ലാം. ഓപ്ഷൻ ബി. പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പ്രത്യേകമായി അധികാരപ്പെടുത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. അടുത്ത ചോദ്യം ഗുഡ് സമാരിറ്റൻ്റെ മൊഴി രേഖപ്പെടുത്തേണ്ടി വന്നാൽ പോലീസ് സ്വീകരിക്കേണ്ട നടപടി എന്താണ്. ഓപ്ഷൻ സി. അവർക്ക് സൗകര്യപ്രദമായ സമയത്തും സ്ഥലത്തും മാന്യമായി മൊഴി രേഖപ്പെടുത്തുക. ദൃക്സാക്ഷിയാകാൻ തയ്യാറാകുന്ന ഗുഡ് സമരിറ്റനെ ചോദ്യം ചെയ്യാൻ ഏത് ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്. ഓപ്ഷൻ സി. ഗുഡ് സമരിറ്റൻ സംസാരിക്കുന്നതും എളുപ്പത്തിൽ മനസ്സിലാകുന്നതുമായ ഭാഷ. ഇത്രയുമാണ് 30 ഡ്രൈവിംഗ് വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ബാക്കി ചോദ്യങ്ങൾ ഉടനെ കാണും. താങ്ക് യു.